അമ്പായത്തോട് തലപ്പുഴ 44 മൈൽ റോഡ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം.എൽ.എ. പലതവണ ഈ ആവശ്യം ഉന്നയിച്ച മന്ത്രിമാർക്കുൾപ്പെടെ നിവേദനങ്ങൾ നൽകിയെങ്കിലും അതിനെ ഗൌരവപൂർവ്വം പരിഗണിക്കുന്നില്ലെന്നും എം.എൽ.എ. പറഞ്ഞു. വയനാട്ടിലേക്ക് എളുപ്പവും ചുരംരഹിത പാതയുമായ അമ്പായത്തോട് തലപ്പുഴ 44 മൈൽ റോഡ് യാഥാർത്ഥ്യമാക്കാൻ ഇനിയെങ്കിലും വേഗത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് സണ്ണി ജോസഫ് എം.എൽ.എ. ആവശ്യപ്പെട്ടു. വയനാട്ടിലെ ദുരന്തമുഖത്ത് ഉൾപ്പെടെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് സാധന സാമഗ്രികളും കൊണ്ടുപോയത് പാൽച്ചുരം റോഡ് വഴിയാണ്. എപ്പോഴും മഴക്കാലത്ത് അപകട ഭീഷണി ഉയർത്തുന്ന നെടുമ്പോയിൽ ചുരം റോഡ് അടഞ്ഞുകിടക്കുകയാണ്. എന്നാൽ അതിലും വലിയ അപകടഭീതിയാണ് പാൽച്ചുരം റോഡിലും ഉള്ളത്. ഇതിനെല്ലാം പരിഹാരമായി അമ്പായത്തോട് തലപ്പുഴ 44 മൈൽ റോഡ് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ വയനാട്ടിലേക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കുമെന്നും എം.എൽ.എ. പറഞ്ഞു. പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡ് വികസിപ്പിക്കാൻ പാറക്കെട്ടുള്ളതുകൊണ്ട് പ്രയാസമുണ്ട്. ആ പാറക്കെട്ട് ഇപ്പോൾ പാറ ഇടിഞ്ഞിട്ട് രണ്ടുമൂന്ന് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഫീസിബിളായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് അമ്പായത്തോട് 44 മൈൽ റോഡ്. അതിനെ ഇത്തരത്തിൽ ഉള്ള ഒരു നിയമസഭാ മറുപടി അത് നിരുത്തരവാദപരമായൊരു മറുപടിയാണ്. അത് തിരുത്തി ഗവൺമെൻറ് ഈ പദ്ധതി ഏറ്റെടുക്കണം എന്നാവശ്യപ്പെടുന്നു. ഇപ്പോൾ വനഭൂമി കൊടുക്കേണ്ട ഒരു സാധ്യത കൂടിയുണ്ട്. ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ നിരവധി തവണ ബന്ധപ്പെട്ടവർക്ക് നിവേദനങ്ങൾ ഉൾപ്പെടെ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ച മറുപടി ഈ റോഡ് പരിഗണനയിൽ ഇല്ലെന്നാണ്. മന്ത്രിയോ ഉദ്യോഗസ്ഥരോ ഇത് വേണ്ട ഗൌരവത്തിലെടുക്കാതെയാണ് മറുപടി നൽകിയതെന്നും സണ്ണി ജോസഫ് എം.എൽ.എ. ഇരിട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.